വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി വ്ളോഗിലോട്ടേക്ക് പോയാലോ. വെൽക്കം ടു സ്ലെയിൻ കാസിൽ അല്ലെങ്കിൽ ഡ്രാക്കുള കാസിൽ. ഇത് 16th സെഞ്ച്വറിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള കാസിലാട്ടോ. പിന്നെ പല റൂളേഴ്സും വന്ന് അതിങ്ങനെ റിനോവേറ്റ് ചെയ്ത് ഇപ്പം ഈ കാണുന്ന ഈ കാസിലിൻ്റെ രൂപത്തിലായി. പക്ഷേ ഇത് കുറേ നാശമൊക്കെ സംഭവിച്ച് ഇപ്പം ഈ കണ്ടീഷനിലാണ് ഇപ്പം ഇതിരിക്കുന്നത്. ഓൾമോസ്റ്റ് റൂയിൻ സ്റ്റേജിലാണ് ഇപ്പം ഇരിക്കണേ. ഇത് മെയിനായിട്ട് ഡ്രാക്കുള കാസിൽ എന്ന് പറയാനായിട്ടുള്ള കാരണം ഫേമസ് ഐറിഷ് ഓതറായിട്ടുള്ള ബ്രാം സ്റ്റോക്കർ ഈ കാസിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഡ്രാക്കുള എന്നുള്ള നോവൽ എഴുതിയിരിക്കുന്നതെന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് മെയിനായിട്ട് ഡ്രാക്കുള കാസിൽ എന്ന് പറയുന്നത്. പക്ഷേ ഡ്രാക്കുള കാസിൽ എന്ന് പറഞ്ഞ റൊമേനിയയിൽ വേറൊരു കാസിൽ ഉണ്ട് കേട്ടോ. എല്ലാ ഡീറ്റെയിൽസും നമുക്ക് വഴിയെ ഞാൻ പറഞ്ഞുതരാം. ഡ്രാക്കുള കാസിൽ അല്ലെങ്കിൽ സ്ലെയിൻ കാസിൽ എന്നറിയപ്പെടുന്ന ഈ കോട്ട ക്രൂഡൻബേയുടെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഹിസ്റ്റോറിക് എൻവയോൺമെൻറ്റ് സ്കോട്ട്ലൻഡിൻ്റെ കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ബിൽഡിംഗ് ആണ്. പക്ഷേ എന്താണെന്ന് അറിയില്ല കേട്ടോ, ഇതിൻ്റെ കണ്ടീഷൻ ഇപ്പോൾ വളരെ ദയനീയമാണ്. നമ്മളെല്ലാവരും കുഞ്ഞായിരുന്നപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഒരു സ്കേറി പേഴ്സൺ ആയിരുന്നല്ലോ ഈ ഡ്രാക്കുള എന്ന് പറയുന്ന ക്യാരക്ടർ. ഈ കാസിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ബ്രാം സ്റ്റോക്കർ 1895 ഡ്രാക്കുള എന്ന് പറഞ്ഞ നോവൽ എഴുതിയിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം ഓൾമോസ്റ്റ് 17 വർഷത്തോളം ഈ കാസിലിന് അടുത്തുള്ളൊരു കോട്ടേജിലാണ് താമസിച്ചിരുന്നതെന്ന്. റെഗുലറായിട്ട് ഈ കാസിൽ വിസിറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഒരു സ്റ്റോമി ഡേയിൽ അദ്ദേഹം ഇങ്ങനെ കടൽ നോക്കി ഇങ്ങനെ ഇരുന്നപ്പോൾ ഈ ഡ്രാക്കുള എന്നുള്ള ക്യാരക്ടറും ആ സ്റ്റോറിയൊക്കെ മനസ്സിൽ വന്നു. അങ്ങനെയാണ് ആ നോവൽ വന്നതെന്ന് പറയപ്പെടുന്നു. എന്നാൽ റൊമേനിയയിലെ ട്രാൻസ്വാനിയയിലുള്ള ബ്രാം കാസിലാണ് വേൾഡ് ഓവർ ഡ്രാക്കുള കാസിൽ എന്നും പറഞ്ഞ് ഫേമസ് ആയിട്ടുള്ളത്. നിങ്ങൾ നെറ്റ്ഫ്ലിക്സിലെ ദ ക്രൗൺ എന്ന് പറയുന്ന വെബ് സീരീസിൻ്റെ ഫാൻസാണോ? എന്നാൽ നിങ്ങൾക്ക് ഈ കാസിൽ കാണുമ്പോൾ കുറച്ചൊക്കെ പരിചയം തോന്നിയേക്കാം. കാരണം സീസൺ 1 ചില എപ്പിസോഡൊക്കെ ഈ കാസിൽ ലൊക്കേഷനായിട്ട് വന്നിട്ടുണ്ട്. ആർക്കിടെക്ചർ ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് മെയിനായിട്ട് കരിങ്കല്ല്, അതുപോലെ തന്നെ ഇഷ്ടിക, പിന്നെ കൽപ്പൊടി, ഇതുകൊണ്ടൊക്കെയാണ് മെയിനായിട്ട് പണിതേക്കുന്നത്. ഇതിൻ്റെ പ്രതാപകാലത്ത് ഇതിന് 14 ബെഡ്റൂമും 7 മെയിൻ റിസപ്ഷൻ റൂംസും 3 വിശാലമായിട്ടുള്ള ഗാർഡൻസും ഒക്കെ ആയിട്ടുള്ള ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. ഇതിൻ്റെ ഓൾമോസ്റ്റ് ഇപ്പോൾ കുറേയൊക്കെ നശിച്ചു പോയി. എന്നാലും നമുക്ക് ഭയങ്കര വലുപ്പമായിട്ട് തോന്നും കേട്ടോ. 16th സെഞ്ച്വറിയിലുള്ള ഈ കാസിൽ പണിതെന്ന് പറഞ്ഞേ. അന്ന് തുടങ്ങി ഇതിങ്ങനെ ഓരോ ജനറേഷനായിട്ട് ഇതിങ്ങനെ എക്സ്ചേഞ്ച് ചെയ്ത് വന്ന് 1925 ആയപ്പോൾ ഇതിൻ്റെ ഓണർ ഇൻകം ടാക്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടേ ഇതിൻ്റെ റൂഫ് അങ്ങ് എടുത്തു മാറ്റി. അന്ന് മുതൽ ഈ കാസിലിൻ്റെ കഷ്ടകാലം സ്റ്റാർട്ട് ചെയ്തു. ഉള്ള കാറ്റും മഴയെല്ലാം കൊണ്ട് ഈ പരുവത്തിലായിപ്പോൾ. പക്ഷേ ഈ കാസിലിന് റൂഫില്ലെങ്കിലും ചില റൂംസൊക്കെ നല്ല ഡാർക്കാണ്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാനായിട്ട് കുറച്ച് പേടി തോന്നും. ഞങ്ങളതുകൊണ്ട് ചില റൂംസിലൊന്നും കയറാൻ പോയില്ല. ഈ കാസിലിൻ്റെ ഏത് വിൻഡോ കൂടെ നോക്കിയാലും സ്റ്റണ്ണിങ് വ്യൂ ആണ്, അത് പറയാതിരിക്കാൻ വയ്യ. അതുപോലെ തന്നെ ഈ പൊക്കത്ത് കൊണ്ടുവന്നിട്ട് ഈ ക്ലിഫിൻ്റെ ഒക്കെ അടുത്തായിട്ട് ഇത്രയും വലിയ കാസിൽ പണിത് അന്നത്തെ ആ സമയത്ത് അവർ സമ്മതിക്കണം. ഈ സ്റ്റേ കേസ് എന്ന് പറയുന്നത് സ്റ്റേഴ്സ് ടു നോവെയർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ സ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് അത് അവിടെ അവസാനിക്കുക ഒന്നുമില്ല. ചിലപ്പോൾ ഇത് ഗാർഡ്സിന് എനിമീസിനെ ഇവിടെ നിന്ന് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. അറിയില്ല അതിൻ്റെ പർപ്പസ് എന്നതായിരുന്നു. തൊട്ടടുത്തൊരു അണ്ടർഗ്രൗണ്ട് ബേസ്മെന്റ് പോലത്തെ ഒരു ഏരിയ ആണ്. അത് കണ്ടിട്ട് കിച്ചണൊക്കെ ആയിട്ട് തോന്നുന്നു. നല്ല ഇരുട്ടാണ്.
ഇത് ഞങ്ങൾക്ക് കണ്ടിട്ടൊരു കിച്ചൺ ഏരിയ പോലെ തോന്നിയത്, കാരണം കിച്ചൻ്റെ സ്റ്റോറേജ് പ്ലേസും പിന്നെ ഫയർ പ്ലേസൊക്കെ പോലെ തോന്നണു. ഭയങ്കര ഡാർക്കാണ് അവിടെ. നമ്മൾ മൊബൈലിൽ ലൈറ്റ് അടിച്ചിട്ടാണ് കുറച്ചെങ്കിലും ഒന്ന് ഷൂട്ട് ചെയ്ത്, അതിൽ നിന്നുമില്ല ഞാൻ അവിടേക്ക്. ഈ വ്യൂവിനെ പറ്റി പിന്നെ ഒന്നും പറയാനില്ല, കാരണം അത്രയ്ക്കും മനോഹരമായിട്ടുള്ളൊരു പ്ലേസാണ്. നിങ്ങൾ കണ്ടു തന്നെ ആസ്വദിക്കും. പിന്നെ ഈ വ്യൂ ഒക്കെ കാണുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, സൂപ്പർ പിക്ചേഴ്സൊക്കെ എടുക്കാൻ പറ്റുമെന്ന്. ആ സ്കോട്ട്ലൻഡ് ഒരു പ്രത്യേകത കേട്ടോ, ഏത് മുക്കിലും മൂലയിലും നിന്നാലും ഭയങ്കര ഭംഗിയാണ് സ്കോട്ട്ലൻഡ് കാണാനായിട്ട്. ഇതൊരു കൊച്ചു വീഡിയോ ആണ്. ഞാൻ ഒത്തിരി കാസലിനെ പറ്റി പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഈ കാസലിനെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ മെൻഷൻ ചെയ്തേക്കാം. അതുപോലെ തന്നെ അഡ്രസ്സും പോസ്റ്റ് കോഡും കൂടെ ഞാൻ ഇട്ടേക്കാം. കൂടാതെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു.